നമ്മുടെ ഫിസിക്കൽ വെൽബീയിങ് ഒരു ഹോളിസ്റ്റിക് അപ്രോച്ചായി കാണുവാണ് എന്നുണ്ടെങ്കിൽ അതിൽ നമ്മുടെ അഡിക്ഷൻസ് ഒരു വളരെ വലിയ റോൾ പ്ലേ ചെയ്യാറുണ്ട് എന്നാണ് പല പഠനങ്ങളും തെളിയിക്കുന്നത്. 2012 ടൈംസ് ഓഫ് ഇന്ത്യയിലെ ഈ റിപ്പോർട്ട് പറയുന്നത് നമ്മുടെ ഭാരതത്തിലെ ഏറ്റവും വലിയ പോണോഗ്രാഫിക് വീഡിയോ പ്രൊഡ്യൂസറായി വരുന്ന സ്റ്റേറ്റ് എന്ന് പറയുന്നത് കേരളമാണ് എന്നുള്ള കാര്യമാണ്. ഇതിന്റെ കൂടെ തന്നെ അതിന്റെ കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് സെക്സ് എഡ്യൂക്കേഷന്റെ അപാകത, അതേപോലെ തന്നെ ഒരു കോൺസർവേറ്റീവ് സൊസൈറ്റി ആയി ഇരിക്കുന്നത് മാത്രമല്ല ആൽക്കഹോൾ യൂസേജ് കൂടി വരുന്നത് എന്നുള്ളതൊക്കെയാണ് എന്നാണ് ആ റിപ്പോർട്ട് പറയുന്നത്. ഇങ്ങനെ പോണോഗ്രാഫിയുടെ ഡിമാൻഡ് കൂടി വന്നു കഴിഞ്ഞാൽ അവിടെ പോണോഗ്രാഫിക് അഡിക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യതയും വളരെ അധികം തന്നെയായിരിക്കും. എന്നാൽ ഇതിനെക്കുറിച്ച് വളരെ ക്ലിയർ കട്ട് ആയിട്ടുള്ള സ്റ്റഡീസ് കേരളത്തിൽ ഇന്നുവരെ നടന്നിട്ടില്ല. 2018 പുറത്തു വന്ന IMCRയുടെ ഈ സർവേ പറയുന്നത് കേരളത്തിൽ 36% സ്ത്രീകളും 68% പുരുഷന്മാരും പോണോഗ്രാഫി യൂസ് ചെയ്യുന്നു എന്ന് പറഞ്ഞു എന്നുള്ളതാണ്. എന്നാൽ ഇതൊരു പബ്ലിക് സർവേ ആയതുകൊണ്ട് തന്നെ ആക്ച്വൽ നമ്പേഴ്സ് ഇതിനേക്കാൾ വളരെ അധികമായിരിക്കും എന്നാണ് റിസർച്ചേഴ്സ് വിശ്വസിക്കുന്നത്. ഏകദേശം 95% പുരുഷന്മാരും 68% സ്ത്രീകളും പോണോഗ്രാഫി യൂസ് ചെയ്യുന്നുണ്ട് എന്നാണ് അവർ പറയുന്നത്. പോണോഗ്രാഫി അഡിക്ഷൻ എന്നുള്ളത് ശരിക്കുമുള്ള ഒരു ഫിനോമിനൻ ആണോ എന്ന് നോക്കുന്നതിന് കൂടെ തന്നെ ഇതെങ്ങനെ നമുക്ക് ഡയഗ്നൈസ് ചെയ്യാം എന്നുള്ളതിന് കൂടെ തന്നെ ഇത് വന്നു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ മിറ്റിഗേറ്റ് ചെയ്യാം എന്നും കൂടെ നോക്കുന്നതായിരിക്കും ഇന്നത്തെ വീഡിയോയുടെ വിഷയം. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന എല്ലാ കാര്യങ്ങളുടെയും പഠനങ്ങളും തെളിവുകളും ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോ തുടങ്ങാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് പോണോഗ്രാഫി അഡിക്ഷൻ എന്നുള്ളത് ശരിക്കുമുള്ള ഒരു ഫിനോമിനൻ ആണോ എന്നുള്ളതിനെ കുറിച്ച് നോക്കാം. പോണോഗ്രാഫി എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ സബ്സ്റ്റൻസ് അല്ല എന്നുണ്ടെങ്കിൽ കൂടി പോണോഗ്രാഫി അഡിക്ഷൻ എന്ന് പറയുന്നത് ഹെറോയിൻ അഡിക്ഷനോ മെത്ത് അഡിക്ഷനോ അല്ലെങ്കിൽ ഈവൻ സ്മോക്കിങ്ങോ പോലെ തന്നെ ഒരു വളരെ അഡിക്റ്റീവ് കാര്യം തന്നെയാണ് എന്നുള്ളതാണ് 2011 ഈ പഠനം പറയുന്നത്. ഈ റിപ്പോർട്ടിൽ ഫർദർ പറയുന്നത് പോണോഗ്രാഫിയുടെ ഓവർ യൂസേജ് കാരണം നമ്മുടെ വാസനകളും അതേപോലെ തന്നെ ആഗ്രഹങ്ങളും പലപ്പോഴും കൺട്രോൾ ആകപ്പെടാറുണ്ട് എന്നുള്ളതിനെ കുറിച്ചാണ്. ഇതിന്റെ കൂടെ തന്നെ നമുക്ക് സെക്സിനോടുള്ള സഹിഷ്ണുത കുറഞ്ഞു വരാറുണ്ട് എന്നും കൂടിയാണ് അത് പറയുന്നത്. ഇതിനെല്ലാം പുറമെ നെഗറ്റീവ് കോൺസിക്വൻസസ് ഉണ്ടെങ്കിൽ പോലും പലപ്പോഴും പോണോഗ്രാഫി അഡിക്ഷൻ ഉള്ളവർക്ക് അത് കൺസ്യൂം ചെയ്യാനുള്ള ആഗ്രഹം എപ്പോഴും ഉണ്ടാവാറുണ്ട് എന്നും അതിന്റെ കൂടെ തന്നെ ഇത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് വിഡ്രോവൽ സിംറ്റംസ് വരാറുണ്ട് എന്നും കൂടിയാണ് ആ റിപ്പോർട്ട് പറയുന്നത്. റീസെൻ്റായി പബ്ലിഷ് ചെയ്യപ്പെട്ട ഹെൽത്ത് ലൈനിന്റെ ഈ റിപ്പോർട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് പോണോഗ്രാഫിക് അഡിക്ഷൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഡയഗ്നൈസ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഒന്നാമതായി നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ കൂടി നിങ്ങൾക്ക് പോൺ കാണുന്നത് നിർത്താൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിലോ, അതേപോലെ തന്നെ പോൺ കാണാൻ വേണ്ടി നിങ്ങൾ റിസ്കി ബിഹേവിയേഴ്സ് എടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലോ, ഫോർ എക്സാമ്പിൾ പബ്ലിക്കിൽ നിന്ന് അത് കാണുകയോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ പോലും അധികം കെയർ ചെയ്യാതെ നിങ്ങൾ അത് കൺസ്യൂം ചെയ്യുന്നു എന്നുണ്ടെങ്കിലോ, മൂന്നാമതായി പോണോഗ്രാഫി കൺസ്യൂം ചെയ്യുമ്പോൾ അത് കാരണം നിങ്ങൾക്ക് ക്രേവിങ്സ് ഉണ്ടാവുന്നു എന്നുണ്ടെങ്കിലോ, ഇതിന്റെ കൂടെ തന്നെ നിങ്ങളുടെ ഫിസിക്കൽ റിലേഷൻഷിപ്പിലോ മെന്റൽ ഹെൽത്തിനെയോ അല്ലെങ്കിൽ പേഴ്സണൽ റിലേഷൻഷിപ്പിനെയോ അത് ഹേർട്ട് ചെയ്യുന്നു എന്ന് അറിഞ്ഞിട്ട് കൂടി നിങ്ങൾ പോണോഗ്രാഫി വാച്ച് ചെയ്യുന്നത് കണ്ടിന്യൂ ചെയ്യുന്നു എന്നുണ്ടെങ്കിലോ നിങ്ങൾക്ക് പോണോഗ്രാഫി അഡിക്ഷൻ ഉണ്ട് എന്നുള്ളതിനെ കുറിച്ചാണ്. ഇനി അഥവാ ഈ കാര്യങ്ങളൊക്കെ വെച്ച് നിങ്ങൾക്ക് പോണോഗ്രാഫി അഡിക്ഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ സൈക്കോം എന്ന് പറഞ്ഞ വെബ്സൈറ്റിന്റെ ഈ ക്വിസ് നിങ്ങൾക്ക് എടുത്തു നോക്കാവുന്നതാണ്. ഇത് എടുത്തു കഴിഞ്ഞാൽ കുറച്ച് സമയം കൊണ്ട് തന്നെ നിങ്ങൾക്ക് പോണോഗ്രാഫി അഡിക്ഷൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് വളരെ നന്നായി ജഡ്ജ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. 2001 ഈ സ്റ്റഡി പറയുന്നത് നമ്മുടെ ഏത് അഡിക്ഷനെയും നമ്മുടെ ബ്രെയിനിനെ ഫിസിക്കലി ചേഞ്ച് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചാണ്. ഇതിന് നമ്മൾ ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന് വിളിക്കാറുണ്ട്. ലൈഫിൽ നമ്മൾ എന്തെങ്കിലും അക്കംപ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ ഡോപ്പമീൻ എന്ന് പറഞ്ഞ ഒരു ഹോർമോൺ റിലീസ് ചെയ്യാറുണ്ട്. ഈ ഡോപ്പമീൻ എന്ന് പറഞ്ഞത് നമുക്ക് സന്തോഷവും റിവാർഡും ഒക്കെയാണ് തരാറുള്ളത്. പരിണാമപരമായി നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ സെക്ഷൽ ആക്ടിവിറ്റി ഏർപ്പെടുവാണ് എന്നുണ്ടെങ്കിൽ അതൊരു പുതിയ ജീവനെയാണല്ലോ ഉണ്ടാക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബ്രെയിൻ അത് വലിയൊരു അക്കംപ്ലിഷ്മെന്റ് ആയിട്ടാണ് എടുക്കാറുള്ളത്. ഇതുകൊണ്ട് തന്നെ നമ്മൾ പോണോഗ്രാഫി കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ നമുക്ക് ഡോപ്പമീൻ പ്രൊഡ്യൂസ് ചെയ്യിപ്പിക്കാറുണ്ട്. ഇങ്ങനെ പോണോഗ്രാഫി കൺസ്യൂം ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിൻ ഡോപ്പമീൻ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ബ്രെയിനിൽ റീവയറിംഗ് സംഭവിക്കാറുണ്ട് എന്നും കൂടിയാണ് ഈ റിപ്പോർട്ട് പറയുന്നത്. നമ്മൾ പോണോഗ്രാഫി കൺസ്യൂം ചെയ്യുന്നതിലൂടെ നമുക്ക് ഡോപ്പമീൻ പ്രൊഡ്യൂസ് ആവുന്നു എന്നുണ്ടെങ്കിൽ അത് വീണ്ടും ആ ആക്ടിവിറ്റി റിപ്പീറ്റ് ചെയ്യാനുള്ള ഒരു പ്രചോദനം കൂടിയാണ് ആവാറുള്ളത്. ഇതിൻ്റെ എല്ലാം കൂടെ തന്നെ പോണോഗ്രാഫി കൺസ്യൂം ചെയ്യുമ്പോൾ ഒട്ടുമിക്ക ആൾക്കാരും സ്വയംഭവം കൂടി ചെയ്യാറുണ്ട്. അതിലൂടെ ബ്രെയിൻ കൂടുതൽ ഡോപ്പമീനാണ് പ്രൊഡ്യൂസ് ചെയ്യിപ്പിക്കാറുള്ളത്. 2011 ഈ പഠനമോ അല്ലെങ്കിൽ 2013 ഈ പഠനമോ പറയുന്നത് ഇങ്ങനെ വരുന്ന ഫീഡ്ബാക്ക് ലൂപ്പ്, അതായത് നമ്മൾ പോണോഗ്രാഫി കൺസ്യൂം ചെയ്യുന്നു, ഡോപ്പമീൻ ഉണ്ടാവുന്നു, കൂടെ തന്നെ സ്വയംഭവം കൂടി ചെയ്യുന്നു, അതിൻ്റെ കൂടെ തന്നെ കൂടുതൽ ഡോപ്പമീൻ ഉണ്ടാവുന്നു, എന്നിട്ട് ഇതെല്ലാം നമുക്ക് വീണ്ടും ചെയ്യാൻ തോന്നുന്നു. ഈ ഫീഡ്ബാക്ക് ലൂപ്പ് എന്ന് പറയുന്നത് എസ്കേപ്പ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്നുള്ളതിനെ കുറിച്ചാണ്.
ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പോണോഗ്രാഫി കാണാതിരുന്നു കഴിഞ്ഞാൽ അതൊരു വിഡ്രോവൽ സിംറ്റംസ് ഉണ്ടാക്കുന്നതുകൊണ്ടും മാത്രമല്ല നമുക്ക് ക്രേവിങ്സ് ഉണ്ടാകുന്നതുകൊണ്ടും നമ്മൾ കമ്പൽസറി ഇത് ചെയ്യുമ്പോൾ ഒരുപാട് സമയം നഷ്ടപ്പെടാറുണ്ട് എന്നും മാത്രമല്ല റിയാലിറ്റിയിൽ നമുക്ക് സെക്സിനോടുള്ള താല്പര്യം കുറഞ്ഞു വരാറുണ്ട് എന്നും കൂടിയാണ് 2013 ഈ റിപ്പോർട്ട് പറയുന്നത്. ഇതിന്റെ എല്ലാം കൂടെ തന്നെ പോണോഗ്രാഫിയുടെ ഓവർ കൺസംഷൻ നമ്മുടെ പാർട്ട്ണറിനെ ലെസ് അട്രാക്റ്റീവായി തോന്നിപ്പിക്കാറുണ്ട് എന്നും കൂടിയാണ് ആ പഠനം പറയുന്നത്. എന്നാൽ ഇതിലെല്ലാം നമുക്ക് പോസിറ്റീവായി എടുക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പോണോഗ്രാഫി അഡിക്ഷൻ എന്ന് പറയുന്ന കാര്യമോ അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബ്രെയിനിൽ ഉണ്ടാകുന്ന ചേഞ്ചസോ ഒരിക്കലും പെർമനന്റ് അല്ല എന്നുള്ള കാര്യമാണ്. നമുക്ക് മറ്റേത് അഡിക്ഷനെ പോലെയും ഈ പോണോഗ്രാഫി അഡിക്ഷനും ക്യൂർ ചെയ്യാൻ പറ്റുന്ന കാര്യം തന്നെയാണ്. 2012 പബ്ലിഷ് ചെയ്യപ്പെട്ട ഈ റിപ്പോർട്ടിൽ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ആർക്കെങ്കിലുമോ പോണോഗ്രാഫി അഡിക്ഷൻ ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുവാണ് എന്നുണ്ടെങ്കിൽ എന്തൊക്കെ സ്റ്റെപ്സ് ചെയ്യാം എന്ന് വളരെ ഡീറ്റെയിൽ ആയി കൊടുത്തിട്ടുണ്ട്. അതിലൂടെ നമുക്കൊന്ന് പോകാം. അവർ പറയുന്ന ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് അഥവാ അഡിക്ഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പ്രോബ്ലം ഉണ്ട് എന്നും അതിന് നിങ്ങൾക്ക് ഹെൽപ്പ് വേണമെന്നും അക്നോളജ് ചെയ്യുക എന്നുള്ള കാര്യമാണ്. പല ആൾക്കാരും പലപ്പോഴും ഈ പോണോഗ്രാഫി അഡിക്ഷൻ ഉണ്ട് എന്ന് അറിയാമെങ്കിൽ പോലും തനിക്ക് ഒരു കുഴപ്പവുമില്ല എന്നുള്ള ആറ്റിറ്റ്യൂഡിൽ നടക്കാറുണ്ട്. ആ ആറ്റിറ്റ്യൂഡ് ആദ്യം മാറ്റണം എന്നുള്ളതാണ് അവരുടെ ഫസ്റ്റ് റെക്കമെൻഡേഷൻ. രണ്ടാമത്തെ റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത് പോണോഗ്രാഫി അഡിക്ഷൻ നിങ്ങൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു പ്രൊഫഷണൽ തെറാപ്പിസ്റ്റിനെയോ അല്ലെങ്കിൽ ഒരു കൗൺസിലറിനെയോ മീറ്റ് ചെയ്ത് നിങ്ങളുടെ സിറ്റുവേഷൻ എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ള കാര്യമാണ്. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് പോണോഗ്രാഫിയിലോട്ട് ലീഡ് ചെയ്യുന്ന ട്രിഗർ എന്താണ് എന്ന് കണ്ടുപിടിക്കുക എന്നുള്ള കാര്യമാണ്. ചിലർക്ക് വളരെ സ്ട്രെസ് കൂടുമ്പോഴായിരിക്കും അവർ പോണോഗ്രാഫിയിലോട്ട് പോകുന്നത്, ചിലർക്ക് ബോറടിക്കുമ്പോഴായിരിക്കും പോണോഗ്രാഫിയിലോട്ട് പോകുന്നത്. ഈ ട്രിഗർ എന്താണ് എന്ന് ഐഡന്റിഫൈ ചെയ്യേണ്ടത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കോപ്പപ്പ് ചെയ്യാൻ വേണ്ടി ഹെൽത്തി ആയിട്ടും അതേപോലെ പോസിറ്റീവ് ആയിട്ടുമുള്ള പോണോഗ്രാഫിയുടെ ഓൾട്ടർനേറ്റീവ് ആക്ടിവിറ്റീസ് കണ്ടുപിടിക്കുക എന്നുള്ള കാര്യമായിരിക്കും. ചിലപ്പോൾ ചിലർക്ക് അത് മെഡിറ്റേഷൻ ആവാം, ചിലർക്ക് അത് സിനിമ കാണുന്നതാവാം. ഇങ്ങനത്തെ ആക്ടിവിറ്റീസ് കണ്ടുപിടിച്ചും അതിലോട്ട് നിങ്ങളുടെ മൈൻഡ് ഡൈവേർട്ട് ചെയ്യുക എന്നുള്ള കാര്യമാണ്. അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് വളരെ റിയലിസ്റ്റിക് ആയിട്ടും അതേപോലെ സ്പെസിഫിക് ആയിട്ടുള്ള ഗോൾസ് സെറ്റ് ചെയ്യുക എന്നുള്ള കാര്യമാണ്. ഫോർ എക്സാമ്പിൾ പറയുവാണ് എന്നുണ്ടെങ്കിൽ അടുത്ത 1 വീക്കിലോട്ട് നിങ്ങൾ പോണോഗ്രാഫി കൺസ്യൂം ചെയ്യില്ല എന്നുള്ളത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള അച്ചീവബിൾ ഒരു ഗോൾ ആയിരിക്കും. ഈ ഗോൾ നിങ്ങൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ സ്വന്തമായി ഒരു റിവാർഡും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ആറാമതും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ എന്ന് പറയുന്നത് നിങ്ങളുടെ പാർട്ട്ണറുമായി ഇത് ഓപ്പണായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ള കാര്യമാണ്. മാത്രമല്ല നിങ്ങൾ ഒത്തിരി സ്ട്രെസ് ഔട്ട് ആവാതിരിക്കുക എന്നുള്ളതാണ്. വളരെ പോസിറ്റീവായിട്ടും ഹോപ്പ് കളയാണ്ടും നിങ്ങൾ ഇതിനെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ പോണോഗ്രാഫി അഡിക്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്കും ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യം തന്നെയാണ്. സ്വയംഭവം നിർത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്നതിനെ കുറിച്ച് നേരത്തെ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കാണണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ വീഡിയോ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഞാൻ പരം, നിങ്ങളുടെ ആവറേജ് മെല്ലു ഫിറ്റ് ഗായ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.